അപ്പൂപ്പന്മാരുടെ പിന്നാലെ കുറച്ചുകൂടി മോഡേണായി അമ്പത് പിന്നാലെ നടക്കും. പന്നത്തള്ളേ ഇന്നേ വരെ മറ്റേ വണ്ടി ഓടിക്കണമെന്ന് വെച്ച് ഞാൻ മറ്റേ പഴയ ട്രാക്ടറിൽ പോയി സാമാനം വെച്ചിട്ടില്ല. മാറിക്കോട്ട്. പക്ഷെ ഇത് കുഴപ്പമുണ്ട് മക്കളെ, നോക്കിയ ഫോണിനകത്ത് നാനോ സിം വർക്കാകത്തില്ല. അതെന്താടാ നോക്കിയ ഫോണിനകത്ത് നാനോസും വർക്കാവില്ല. അമ്പത്തൂര് പറഞ്ഞ വയസ്സായോണ്ട് മറ്റേ ഒന്നുകൂടെ കേട്ടോക്കെ. അപ്പൂപ്പന്മാരുടെ പിന്നാലെ കുറച്ചുകൂടി മോഡേണായി അമ്പത് പിന്നാലെ നടക്കും. പന്നത്തള്ളേ ഇന്നേ വരെ മറ്റേ വണ്ടി ഓടിക്കണമെന്ന് വെച്ച് ഞാൻ മറ്റേ പഴയ ട്രാക്ടറിൽ പോയി സാമാനം വെച്ചിട്ടില്ല. മാറിക്കോട്ട്. പക്ഷെ ഇത് കുഴപ്പമുണ്ട് മക്കളെ, നോക്കിയ ഫോണിനകത്ത് നാനോ സിം വർക്കാകത്തില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഏട്ടാ. അതൊന്ന് നേരെ ഒന്ന് തിരിച്ചൊന്ന് ആലോചിക്കുകയാണ്. സിംഗിൾ മീനിങ്ങിലോ അല്ലാണ്ട് ഡബിൾ മീനിങ്ങിലോ ഒന്ന് ആലോചിക്കുക. മാമ പറഞ്ഞെന്ന് വെച്ചാൽ നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ 50 വരെ പുറകെ വരുന്നതാണ്. അപ്പൊ 50 പറഞ്ഞ് വണ്ടി ഓടിക്കണം ആഗ്രഹം കൊണ്ട് ഞാൻ പഴയ ട്രാക്ടറിൽ കൊണ്ട് സാമാനം വെക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ഫോണില് നോക്കിയ ഫോണില് നാനോ സിം വർക്കാവൂല. പിന്നെ സാധനം വർക്കാക്കാത് അന്ന മാതിരി. എടാ ഞാൻ നന്നായിട്ട് ചിന്തിച്ചു തുടങ്ങി, അതുകൊണ്ടാണ് എനിക്ക് ആ കോമഡി മനസ്സിലായത്. എന്റെ അത് വയസ്സാകുമ്പോ കഴപ്പ് കൂടും. എന്റെ മനസ്സിലെ നന്മ കൊണ്ടാണ് എനിക്കത് മനസ്സിലാവാറുള്ളത്. മനസ്സിലായോ? ഓക്കെ 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 ബ്രോ, യു കോട്ട് ഇൻ 4K. ഷോ ഡെസ്ക്ടോപ്പ് ഐക്കൺ. എന്തൊക്കെയല്ലേ ഇതൊക്കെ? എഡിറ്റഡ് ആടാ, ഇതൊന്നും എന്റെ ഡെസ്ക്ടോപ്പ് ഒന്നും അല്ലത്. ഇതൊക്കെ ചുമ്മാ എഡിറ്റ് ചെയ്തിടുന്നതാ. ഐക്കൺസ് ഒന്ന് കാണിച്ചേ. പിടിക്കപ്പെടുവോ? കാണിച്ചാ ഞെക്കിയാ മതി. ബ്ലൂ സ്ക്രീൻ ഒന്ന് പറയല്ലേ. ഹാക്ക് ചെയ്താണോ? ഇതൊക്കെ ആരെന്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടറാ. ബോബെ, ദയവേ എന്റെ PC ഉപയോഗിക്കരുത് നീ. ഞാൻ നിന്നോട് ഇപ്പോഴും പറയാ ബോബെ. കെവിൻ താണിക്ക് ഉക്കാന്നിട്ടുണ്ടോ? പിടിക്കപ്പെട്ട പെണ്ണ് ചേട്ടാ കയ്യോടെടുത്ത്. അണ്ണാ വിക്കി പബ്ജിയിൽ വന്നണ്ണാ ഫുള്ള് കാണണേന്നോ? ഞാന് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടു, പബ്ജി കളിച്ചു തുടങ്ങി. ഇപ്പൊ എന്റെ അടുത്ത് ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാർ ആ സ്റ്റോറി കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് മെസ്സേജ്. 2 ലക്ഷം ആൾക്കാർ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒത്തിരി പേര്. അതില് ഞാൻ ഒരുപാട് പേരുടെ കൂടെ ചേർന്ന് ഞാൻ അവർക്ക് പേഴ്സണലി എന്റെ ID ഒക്കെ അയച്ചു കൊടുത്തു. ID എന്ന് പറഞ്ഞ സംഭവം അയച്ചു കൊടുത്താൽ ഇത് ഇങ്ങനെ ഒരുമിച്ച് കളിക്കാനൊക്കെ പറ്റൂ. അപ്പൊ അങ്ങനെ ഞാൻ ഒരു പയ്യന്റെ കൂടെ കളിച്ച് അപരാധിമം കൊണ്ട് എന്നെ ഒരു കടലിൽ താത്തു. ഞാൻ അവിടെ നിന്ന് നീന്തി വന്നപ്പോ ഒരുത്തം വന്ന് എന്നെ വടിക്കടിച്ചു കൊന്നു. ഇങ്ങനെയുള്ള അപരാധിമന്മാരൊക്കെ എന്റെ കൂടെ കളിക്കുന്നത്. ഞാൻ ID തരാം, ID തന്നു കഴിഞ്ഞാൽ എന്റെ പബ്ജി ഹാങ് ആവുന്ന പോലെ ഒന്നും ചെയ്ത് കളയരുത്. ഞാൻ ഭയങ്കര എന്റർടൈനിങ് അതിനകത്ത് കണ്ടെത്തുന്നുണ്ട്. ഭയങ്കര രസം, ഭയങ്കര ഒരു ലയമാണ്. വിമാനത്തിൽ പോന്ന് പറന്നിറങ്ങുന്നു, സാമാനം എടുക്കുന്നു, മറ്റേ ഏണി പിടിക്കാൻ പോകുന്നു, വെടിവെച്ചിടുന്നു, ലാസ്റ്റ് ആരേലും ഒക്കെ വെടിവെച്ച് കൊല്ലുന്നു. ഞാൻ ചുമ്മാ നടന്നിട്ടേ ഉള്ളൂ. നീല സാമാനം വരുമ്പം അതിൽ നിന്ന് ഇങ്ങനെ ഓടി അവിടെ ചെല്ലും. നീല സാമാന അവസാനം വരെ കളി ജയിച്ചു. എവനൊക്കെ ജയിപ്പിച്ച് കൊന്ന്, 2 കൊന്ന്, പടിക്കടിച്ചു കൊന്ന്. അപ്പൊ അനങ്ങാതെ നിന്ന് വരുന്നു. അപ്പം മനസ്സിലായി മനുഷ്യനൊന്നുമല്ല, റോബോട്ട് എന്തോ ആണ്. കൊന്നു. പക്ഷെ പുല്ലിനെ കൊന്നിട്ട് ഞാൻ കേറി ചിക്കൻ ഡിന്നർ അടിച്ച് നാളെ ഞാൻ ബീഫ് മന്തി അടിക്കും. നമ്മളൊന്ന് കളിച്ചായിരുന്നു കൂടെ. അണ്ണാ അമ്മാമ്മ ക്യാരക്ടർ ഹോട്ട്സ്പോട്ടിലാണ് കളിക്കുന്നത്. അതിൽ സ്ട്രീമിങ് ചെയ്യുന്നുണ്ട്. കർണൻ എന്നാണ് അവന്റെ യൂട്യൂബ് ചാനലിന്റെ നെയിം. സപ്പോർട്ട് ചെയ്യണേ. ഡിസേർവ്ഡ് ആണെന്നാ. പിന്നെ ഉറപ്പായിട്ട് നോക്കാം ബ്രോ, ഉറപ്പായിട്ട് നോക്കാം. ബെൻ ബ്രോ, താങ്ക് യു സോ മച്ച്. 6.99. ഏതാ മൂഡ്? നല്ല മൂഡ്. അണ്ണാ യൂസ് ചെയ്യുന്ന IM ഇയർഫോൺ ഏതാ? റേറ്റ് എത്ര? എടാ ഞാൻ യൂസ് ചെയ്യുന്ന സാൽനോട്ട് 0 ആണ്. ഇപ്പൊ 2000 സംതിങ് എന്തോ ആണെന്ന് തോന്നി ഇതിന്റെ വില. തൂക്കിയല്ലോ. അതാ ചെറിയ വൈറ്റ്.
ബ്രോ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമല്ലോ. ഇതൊക്കെ എന്റെ PC ഇവന്മാരെല്ലാം ഇതാ ബോബ് തൊട്ട് ലെഫ്റ്റിലിരിക്കുന്നത്. ബോബ് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേടാ, ഇങ്ങോട്ട് വന്നേ, നിന്റെ തലവട്ടം ഒന്ന് കാണട്ടെ. ഇവരൊന്നും പറഞ്ഞ വിശ്വസിക്കൂല. കണ്ട, ഇവനൊക്കെയാണ് എന്റെ PC ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്നത്. എന്റെ ക്ലോത്തിങ് ബ്രാൻഡിന്റെ ജനറൽ മാനേജറാണ് GM ആണ്. പുള്ളിയാണ് എന്റെ ക്ലോത്തിങ് ബ്രാൻഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എനിക്ക് അതുമായിട്ട് ബന്ധമില്ല. കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ആവേണ്ടതാണ്. ഇനി 10 മാസം എടുക്കുന്നു തോന്നുന്നു ഇവനെ അപ്പോയിന്റ് ചെയ്തതിന്. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നത്. എന്റെ പൊന്നെ, ഈ കൊച്ചൂടെ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞാൻ അവിടെ നിന്ന് പൊഴുത്തേനെ. ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നടാ. ഞാൻ ഇങ്ങനെ ആയാടാ ഞാനിങ്ങനെ. എടാ, ഞാൻ ഇത്രയും പിള്ളേരുടെ മുമ്പിൽ, ടീച്ചർമാരുടെ ഒക്കെ മുമ്പിൽ പോയി എന്നെ നടപ്പോതുമ എന്നെ കൊഞ്ചം വേണം, ഞാൻ എങ്ങനെ കളിച്ച് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് അയ്യോ പറ്റണില്ല എന്നെ കൊണ്ട്. എന്റെ അമ്മു, ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് എന്തോ പോലെ. അണ്ണാ RDR കളിക്കടാ. RDR എന്നെ കൊണ്ട് പറ്റണില്ലടാ, എന്നെ കൊണ്ട് കളിക്കാൻ. ഞാനത് ഓൾറെഡി പറഞ്ഞു ലൈവില് കുറെ വട്ടം. ഡാൻസ് മാസ്റ്റർ വെക്കണം, സത്യം ഒളിപ്പ് പോകണം. സത്യോടാ, പോയി എല്ലാം പോയി. ഓടി ജീവിക്കുന്ന എന്റെ അമ്മ സിൻസ് 1986 ഇത് റോഡിൽ കിടക്കണ ഇത്. CKPO 8364. ഈ രജിസ്ട്രേഷൻ ഒക്കെ ഇപ്പോഴും വാലിഡ് ആയിരിക്കുമോ ഗൈസ്? ആണോ ശരിക്കും? അപ്പൊ ഈ നമ്പർ പ്ലേറ്റ്സ് ഒക്കെ ഇത്ര നാൾ കഴിഞ്ഞു കഴിഞ്ഞാലും വാലിഡ് ആയിരിക്കും അല്ലേ? ഈ CKP 8364 ഒക്കെ വാലിഡ് നമ്പർ ആയിരിക്കുമോ? എനിക്കൊരു ഡൗട്ട്, എനിക്ക് നല്ലൊരു ഡൗട്ട്. ലോറി റാലി ലോറി എന്ന് തെറ്റാതെ പറയാമോ? ലോറി റാലി ലോറി, ലോറി റാലി ലോറി. ഇല്ല, അത് ഞാൻ പറയവേ. അത് ഞാൻ പറഞ്ഞിട്ടേ മുന്നോട്ട് പോകത്തുള്ളേ. ലോറി റാലി ലോറി, ലോറി റാലി ലോറി, ലോറി റാലി ലോറി, ലോറി റാലി ലോറി, ലോറി റാലി ലോറി. ഈസി പറഞ്ഞു. അണ്ണാ RDR 2 കളിച്ച് കണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തു. RDR 2 കളിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു, എന്താണെന്നറിയില്ല. സ്റ്റാർട്ടിങ് കണ്ടോന്ന് അറിയത്തില്ല. അതാ ഓരോരുത്തർക്കും ഓരോ ഇത് മൂടല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ളതായിരിക്കും. എനിക്കും അത് പെട്ടെന്ന് അങ്ങോട്ട് കളിച്ച് തീർക്കാനുള്ള ഇത് കിട്ടണില്ല. അതാണ് ആ നമ്പർ വാലിഡ് ആണല്ലേ? ഓക്കെ. തന്തവൈബിന്റെ ആക്ച്വൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എനിക്കൊന്ന് മെച്യൂരിറ്റി എന്നാണ്. നമുക്ക് ഉറപ്പാണ് കുട്ടിക്കാലത്ത് 4 ബസ്സിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോയ ഒരാൾ കല്യാണം കഴിച്ച 2 പിള്ളേരായി കഴിയുമ്പോൾ അങ്ങനെ പോകുന്നു തോന്നുന്നുണ്ടോ? അത് തന്തവൈബല്ല. യു ആക്സെപ്റ്റ് ലൈഫ്, യു ബിക്കം മെച്യൂർഡ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ലൈഫ്. പിന്നെ ചെറിയ പിള്ളേരാണ് അതിനെ തന്തവൈബ് എന്നൊക്കെ പറഞ്ഞാൽ വൈറലാവുമല്ലോ, റീച്ച് കിട്ടുമല്ലോ. ഇപ്പോൾ നമുക്കൊക്കെ തന്തവൈബാണ് ശരിക്കും പറയാൻ. ഈ പ്രായമായി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വയ്ക്കും. പണ്ട് നമ്മൾ സന്തോഷിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് സന്തോഷം തരുന്നില്ല നമ്മൾ മനസ്സിലാക്കും. അതൊക്കെ എക്സാക്ട്ലി തന്തവൈബ് എന്ന് പറയുന്ന മെച്യൂരിറ്റിയാണ്. അതുണ്ടെങ്കിൽ യുവർ അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് സ്ലോലി എന്നാണ് എനിക്ക്. ഞാൻ ഒരു വലിയ എക്സാമ്പിൾ പറയാം നിങ്ങളോട്. അതായത് എനിക്ക് വീട്ടില് കൊച്ചിലെ തൊട്ടേ ബൈക്കിന് ഭയങ്കരമായിട്ട് വീട്ടില് വഴക്കുണ്ടാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കൊച്ചിലെ തൊട്ടേ കാർ ഓടിക്കാൻ തരുമായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പൊ എനിക്ക് കാറിനോട് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല. സീരിയസ്ലി പറഞ്ഞാൽ കാറിനോട് എനിക്ക് വലിയ ഒരു ഇതില്ലായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ ബൈക്ക് എടുത്ത് തരണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയ എപ്പോഴും പപ്പ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് കാർ മേടിച്ചു തരാമെന്ന്. അപ്പോൾ ഞാനത് സ്വന്തമായിട്ടാണ് എന്നിട്ടൊരു ബൈക്ക് മേടിക്കുന്നത്. സ്വന്തമായിട്ട് ബൈക്ക് മേടിച്ചപ്പോൾ ഞാനത് ഭയങ്കര പ്രൗഡായിരുന്നു, ഭയങ്കര. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞ്, എടാ നീ ഒരു കല്യാണമൊക്കെ കഴിക്കാൻ പോണ സമയമാകുമ്പോഴത്തേക്കിന്, കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ബൈക്കിലോട്ടൊന്നും പോകത്തില്ല. വൺസ് നീ കാറ് ആ ഫാമിലി അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിന് നിനക്ക് പിന്നെ കാറ് തന്നെ ആയിരിക്കും കംഫർട്ടെന്ന്. അന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു, ഒരിക്കലും ഇല്ല, എനിക്ക് ബൈക്ക് തന്നെയാണ് ഇഷ്ടം, ബൈക്കിന്റെ ക്രൈസ് എന്തായാലും എൻ്റെ അടുത്തൊന്നും പോകത്തില്ലെന്ന്. പക്ഷെ സത്യം പറയാലോ ഗൈസ്, ഇപ്പൊ ഞാൻ ആലോചിക്കണ്, അന്ന് ഞാൻ തർക്കിച്ചത് വെറുതെയാ.
അന്ന് ഞാൻ തർക്കിച്ചത് വെറുതെ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ബൈക്ക് ഓടിക്കാൻ എനിക്ക് പേടിയാ. ഇപ്പൊ ബൈക്ക് ഓടിക്കാറില്ല. ഞാനിപ്പോ കാറിൽ തന്നെ പോകണം. ഞാൻ അന്ന് ഇങ്ങനെ കുറെ പേരോട് ഇങ്ങനെ എതിർത്ത് പറയുമായിരുന്നു, വായ്ത്താളം പറയുമായിരുന്നു. ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ മാറത്തില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ മാറത്തില്ല. ഞാൻ മാറി, സത്യമായിട്ടും ഞാനിപ്പോ മാറി ചിന്തിക്കണേ. സത്യമായിട്ടും പറയാം, ഞാൻ ബൈക്ക് എൻ്റെ ഡ്യൂക്ക് 250 ഞാൻ ഇതുവരെ വിറ്റിട്ടില്ല. പക്ഷെ ഞാൻ അത് ഓടിച്ചിട്ട് ഒരു 2 വർഷമായിട്ടുണ്ടാവും. ഞാൻ അത് ഓടിച്ചിട്ടില്ല. ഡ്യൂക്ക് ഇപ്പോഴും ഉണ്ട്, എൻ്റെ ഉണ്ട്. ഞാനത് വിറ്റിട്ടുമില്ല, ഓടിക്കാറുമില്ല. അയ്യേ തന്ത വൈബെന്നോ? ഇല്ലടാ, അവന്റെയൊക്കെ തലയിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ വരുമ്പോ മാറും പയ്യൻ. ഇത് പറ, കേരളത്തിന്റെ കരളിന്റെ കരളാണ് കളരി. 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 അക്കീദ സ്ട്രീമർ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 179. ഈസി പീസി ജപ്പാൻ ഈസി. അവൻ ചിലപ്പോ വില്ലംബ്രോടെ ഹോഴ്സ് റൈഡ് ആകും ചോദിച്ചത്. ഈനോമിച്ചിയുടെ അട്ട ഒരു ആയി തരാമോ? എന്ത് സാഡായാലും ലൈവ് ഉണ്ടാകുന്ന മാറുന്ന അത് 5 രൂപയുടെ ഞാൻ ഫുൾ ഹാപ്പി ആയിരിക്കും. റോർ ബ്രോ ഹായ്, താങ്ക് യു സോ മച്ച്. 100 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഇതൊക്കെ ഈസി സാധനം. നിങ്ങൾക്ക് കർമ്മയിൽ വിശ്വാസമുണ്ടോ? എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പൊ ഇതെന്തിനാണ് ഞാൻ പറയുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? കാര്യമുണ്ട്. നമുക്ക് കുറച്ച് പുറകിലോട്ട് പോവാം. ഒരു 2019, 18 ആ ഒരു കാലഘട്ടം. കൊറോണയൊക്കെ വന്ന് എല്ലാവരും ഗെയിമിന് അഡിക്റ്റായ സമയം. മെയിനായിട്ടും 2 ഗെയിം, ഒന്ന് ഫ്രീ ഫയർ, ഒന്ന് പബ്ജി. അന്നൊക്കെ തമ്മിത്തല്ലും ബഹളവും എല്ലാവരും ഇല്ല കേട്ടോ. എന്നാൽ എല്ലാ ഗെയിമിനകത്തും കുറച്ച് കൃമികൾ കാണും. സോ ഈ വീഡിയോ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഞാനിപ്പോൾ ഗെയിം കളിക്കാറൊന്നുമില്ല, പക്ഷേ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. അന്ന് ഗ്ലൂ വാളിനെ പുച്ഛിച്ചവരൊക്കെ ഈ ഒരു വീഡിയോ കണ്ടുപോകുക. ഇപ്പൊ അവർക്ക് ഫ്ലെയിമിംഗ് ഫീനിക്സ് ഉണ്ട്, ആക്വ ഡ്രാഗൺ, വേൾവിൻ ടൈഗർ, നേച്ചർ സ്പിരിറ്റ് ഡിയർ. സത്യം പറഞ്ഞാൽ ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. ഓരോ കമന്റ് ബോക്സ് എടുത്താൽ തന്നെ അവർ തന്നെ പറയുന്നുണ്ട്, അന്ന് നമ്മൾ ഫ്രീ ഫയറിനെ കളിയാക്കിയിട്ട് ഇപ്പൊ ഇത് ഫ്രീ ഫയർ പോലെ ആവുകയാണല്ലോ. ഗീസ്, ഒരു ഗെയിമിനെയും കളിയാക്കരുത്, ആരെയും കളിയാക്കരുത്, ഒന്നിനെയും കളിയാക്കരുത്. കർമ്മ തിരിച്ചടിക്കും. ഗീസ്, പിന്നെ ഫ്രീ ഫയർ കളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഡയമണ്ട് ഒക്കെ വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അന്ന് മുതൽ നമ്മൾ യൂസ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പരസ്യം റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോണും കാറും ഒക്കെ കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. സൂപ്പർ സൂപ്പർ. കറക്റ്റ് പരസ്യമുള്ള സാധനം തന്നെ ഇവിടെ കൊണ്ടിട്ടില്ലോടാ. പരസ്യം. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ബ്രോ, ലൈക്ക് ഈ ഫ്രീ ഫയർ ശരിക്കും കുറച്ച് ലോ എൻഡ് ഡിവൈസ് ഒപ്റ്റിമൈസ്ഡ് ഒരു ഫോണും കൂടെ ആയിരുന്നു സത്യം പറഞ്ഞ. അപ്പൊ അത് കളിച്ച് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ചിലപ്പോൾ പബ്ജി ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ പബ്ജി കളിച്ച് തുടങ്ങിയവർക്ക് ഫ്രീ ഫയറിലോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഈ ഗൈറോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സീനാണ്. ഈവൻ ഞാനാണെങ്കിൽ പോലും പബ്ജി കളിച്ചതിന് ശേഷം എനിക്ക് ഫ്രീ ഫയർ കളിച്ചപ്പോൾ എനിക്ക് ഈ ഗൈറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും അഡാപ്റ്റീവ് ആവാൻ പറ്റിയില്ല ഗെയിമിനോട്. പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് എല്ലാവരുടെയും. അതുകൊണ്ട് നമ്മൾ കളിക്കുന്ന, അവൻ പറഞ്ഞതുപോലെ തന്നെ, അവൻ പറഞ്ഞ ശരിയാ, നമ്മൾ കളിക്കുന്ന ഗെയിം റെസ്പെക്ട് ചെയ്ത് കളിക്കുക. നമ്മൾ ബാക്കിയുള്ളവരെ കളിയാക്കി നടക്കുന്നത് എന്തിനാണ്? ഫുള്ള് കാണുന്നോ ബ്രോ? അത് പരസ്യമാണ്. അതൊരു ആപ്പിന്റെ എന്തോ പരസ്യമാണ്. അത് ഞാൻ എങ്ങനെ കളിക്കും? അതെങ്ങനെ കാണിക്കും? അതെന്തോ ആപ്പിന്റെ പരസ്യമാണ്. ഞാനത് ഫുള്ളി പ്ലേ ചെയ്യൂല. നിന്റെ കൈകൾ പാറട്ടെ, നിന്റെ കഴിവിനാലെതിരാളി തളരട്ടെ, നരഹരം ഇത് തുടരും ഈ വേളയിൽ, കൈകൾ പാറട്ടെ, നിന്റെ കഴിവിനാലെതിരാളി തളരട്ടെ, നരഹരം ഇത് തുടരും ഈ. അല്ല, ഫുള്ള് കാണുന്നോ അണ്ണൻ? അത് ഫുള്ള് കണ്ടു നോക്ക്. ഇപ്പൊ ഇത് ഫ്രീ ഫയർ പോലെ ആവുകയാണല്ലോ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ്. ഞാൻ ഫുള്ള് കാണാം. ഫുള്ള് കാണാം. ഗീസ്, ഒരു ഗെയിമിനെയും കളിയാക്കരുത്, ആരെയും കളിയാക്കരുത്, ഒന്നിനെയും കളിയാക്കരുത്. കർമ്മ തിരിച്ചടിക്കും.
ഗേസ് പിന്നെ ഫ്രീ ഫയർ കളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഡയമണ്ട് ഒക്കെ വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അന്ന് മുതൽ നമ്മൾ യൂസ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് വിൻസോ. റിപ്പബ്ലിക് ഡേ വീക്കാണ് വരുന്നത്. ഇതിൽ ഒരുപാട് നൊസ്റ്റാൾജിക് ഗെയിം ഉണ്ട്. ലുഡോ, ക്യാരംസ്, അതുപോലെ ഏണിയും പാമ്പും. നിങ്ങൾക്ക് ഇതൊക്കെ കളിച്ച് ചെറിയ ക്യാഷ്, ലക്ഷങ്ങളോ കോടികളോ ഒന്നുമല്ല, ചെറിയ രീതിക്ക് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. റിപ്പബ്ലിക് ഡേ ആവുകൊണ്ട് തന്നെ 550 രൂപ ഒരു കൂപ്പൺ നിങ്ങൾക്ക് റിവാർഡ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഈ ചെറിയ ഗെയിംസ് ഒക്കെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ബയോയിൽ ലിങ്ക് ആണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോണും കാറും ഒക്കെ കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർ എടാ നിനക്കൊക്കെ എന്തിന്റെ കേടായിരുന്നു? സൗണ്ട് ഉണ്ട്, ഓക്കെ, അത് കറക്റ്റ് അത് കേൾക്കുകയും ചെയ്ത്. പരസ്യം നീയൊക്കെ മുടിയും ബ്രോ ഇൻഡയറക്ട്ലി പ്രൊമോട്ടഡ് എന്ന്. എന്തൊക്കെയാണാ പറയണേ? പൈസയൊക്കെ തരുമെന്ന് പറയണെന്ന് വെറുതെ ആണ്, ചുമ്മാ അതിലൊന്നും പോയി ചാടിയേക്കരുത് കേട്ടാ. ഞാൻ പറഞ്ഞേക്കാം കേട്ടാ. ആരും ഒന്നും തരുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്, മനസ്സിലായ? അതുകൊണ്ട് അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ ആയിക്കോ. ഞാൻ മാത്രമുള്ള സൈറ്റ് ഡാഷ് ചെയ്ത് കയറിത്താ. അറിയില്ലല്ലോ അന്തമില്ലല്ലോ കാലം പോയ യുദ്ധത്തിൽ. എന്താ സൂപ്പർ കണ്ടില്ലത്? ചരലുരുളുമ്പോൾ മണലുരുളും, മണലുരുളുമ്പോൾ മണലുരുളുമ്പോൾ വായിക്കട്ടെ ആദ്യം വെയിറ്റ് വായിക്കട്ടെ. ചരലുരുളുമ്പോൾ മണലുരുളും, മണലുരുളുമ്പോൾ ചരലുരുളുമ്പോൾ വന്നു. ചരലുരുളുമ്പോൾ മണലുരുളും, മണലുരുളുമ്പോൾ ചരലുരുളും. അത്രയല്ലേ ഉള്ളൂ. ടഫാണ്, വെറും ഈസി ആക്കല്ലേ. ഓക്കെ. ചരലുരുളുമ്പോൾ മണലുരുളും, മണലുരുളുമ്പോൾ ചരലുരുളും, ചരലുരുളുമ്പോൾ മണലുരുളും, മണലുരുളുമ്പോൾ ചരലുരുളും, ചരലുരുളുമ്പോൾ മണലുരുളും, മണലുരുളുമ്പോൾ ചരലുളരും. ചരലുരുളുമ്പോൾ മണലുരുളും, മണലുരുളുമ്പോൾ ചരലുരുളും, ചരലുരുളുമ്പോൾ മണലുരുളും, മണലുരുളുമ്പോൾ ചരലുരുളും, ചരലുരുളുമ്പോൾ മണലുരുളും, മണലുരുളുമ്പോൾ ചരലുരുളും. ഈസി. ഈസിയാ. പുളി വടിയെ കേറി വടി പുളിയെ കേറി, പുളി വടിയെ കയറി വടി പുളിയെ കയറി, 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 പുളി വടിയെ കയറി വടി പുളിയെ കയറി. നമുക്ക് ഇതൊക്കെ സിമ്പിൾ, ഭയങ്കര സിമ്പിൾ ടാസ്ക് ആയി പോയേ. സ്ട്രീമർ ബ്രോ, ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയി പോയേ. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി, 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 വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. റംഷീദ് ബ്രോ, ഇതൊക്കെ ഭയങ്കര ഈസി സാധനമാണ്. ടങ് ഡിസ്റ്ററിൽ എന്നെ എങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഡെയിലി നാക്കും അടിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ മലയാളം ഭയങ്കര സ്ഫുടതയുള്ള മലയാളം കൂടാ. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഈസിയാ. വടിയെടുത്ത് പുളിയടിച്ച്, പുളിയെടുത്ത് വടിയടിച്ച്, വടിയെടുത്ത് പുളിയടിച്ച്, പുളിയെടുത്ത് വടിയടിച്ച്, വടിയെടുത്ത് പുളിയടിച്ച്, പുളിയെടുത്ത് വടിയടിച്ച്, വടിയെടുത്ത് പുളിയടിച്ച്, പുളിയെടുത്ത് വടിയടിച്ച്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ്. അത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണേ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്. ഈസി. ഇതല്ലേ നമ്മൾ കണ്ടോണ്ടിരുന്നേ. കുഴപ്പമില്ല. കൂട്ടുകാരാ പബ്ജി സ്ലോട്ട് ഉണ്ടാ കൂട്ടുകാരാ? എന്തോടാ സ്ലോട്ട്? ഇല്ല നിന്റെ കൂടെ കളിക്കാൻ താല്പര്യമില്ല. എടാ നിന്റെ കൂടെ എനിക്കൊരു അണ്ടിയും വേണ്ട. ഓക്കെ ശരി, ബൈ ബൈ ബൈ. നൈഫ് നൈഫ് നൈഫ്. ഇതാ ഇറ്റാച്ചി ആണോ? ഇറ്റാച്ചി വെൽക്കം ടു മെന്നറ്റാംസ് ലോബി. ആള് മാറിപ്പോയി മക്കളെ, ഹെഡ് മാത്രം ആള് മാറിപ്പോയി മക്കളെ.
ആള് മാറിപ്പോയി മക്കളെ, ആള് മാറിപ്പോയി. കൊള്ളാം കൊള്ളാം. അണ്ണാ ഇത് പറ, കുണ്ടി വന്ന് കേറി കുണ്ടി കേറിയെന്ന് നിനക്കൊക്കെ എന്താടാ? നിനക്കൊക്കെ ദുര്യോധനും ഇതെന്താ എഴുതിയേക്കുന്നത്? എനിക്ക് എഴുതിയേക്കുന്നത് എന്താന്ന് മനസ്സിലാവണില്ല. ദുര്യോധനും അതെന്തുവാ? എന്ത്? കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി വഴുതി കുണ്ടിൽ വീണു. എന്താടാ കുന്തി ദേവി? കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി വഴുതി കുണ്ടിൽ വീണു. കുന്തി ദേവി കുന്തി നദിയിൽ കിണ്ടി കഴുകാൻ പോയപ്പോ കിണ്ടി ഉരുണ്ട് കുന്തി നദിയിൽ വീണു. കുന്തി ദേവി ചമ്മിപ്പോയി. അതാണോ സാധനം? ഇത് ഫസ്റ്റ് ഞാൻ നീ ഇപ്പൊ എന്താ അവരാണോ നീ ഇപ്പൊ പറഞ്ഞത്? ഈകളെ എടാ കുന്തി ദേവി എന്നാണ് പറഞ്ഞത്, മനസ്സിലായ? നീ കിണ്ടി ദേവി കുണ്ടി കഴുകാൻ പോകുമ്പോ അങ്ങനെയാണ് നീ പറഞ്ഞത്. വണ്ടി കുന്നുമ്മേ കേറി കുന്ന് വണ്ടിമേ കേറി. എടാ ഡബിൾ ഓൺ വൈറ്റ്. വണ്ടി കുന്നുമ്മേ കേറി കുന്ന് വണ്ടിമേ കേറി. വണ്ടി കുന്നുമ്മേ കേറി കുന്ന് വണ്ടിമേ കേറി. വണ്ടി കുന്നുമ്മേ കേറി കുന്ന് വണ്ടിമേ കേറി. അതൊക്കെ ഈസിയാണ്. നോക്കി വായിക്കണം. നോക്കി വായിച്ചു കഴിഞ്ഞാൽ അണ്ണനെ പറ്റും, പക്ഷെ നോക്കാതെ വായിക്കണം. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി, അതൊക്കെ ഞാൻ പറഞ്ഞു. ഇതിപ്പോ ട്രണ്ടിസ്റ്റർ ആയോ ഫുള്ള്? സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. ഞാൻ പറഞ്ഞു ഇതൊക്കെ 2ാം ക്ലാസ് പിള്ളേർ. അണ്ണാ ഇത് പറ, കണ്ടെത്തി പൊളിയാടിയോ? എന്ത് പക്ഷെ മാറിപ്പോയി. വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി പരന്ത് വേല. അത് ഞാൻ പറഞ്ഞടാ. ഇത് ഇങ്ങനെയാണോ പറയാ? അഗസ്ത്യ ശിവ ബ്രോ വേറെന്തോ എന്തോ കലക്കലമി. ഇത് എന്തിനാ എഴുതി വെച്ചിരിക്കണേ? തെലുഗു ചേച്ചി തെലുഗു ടങ് ട്വിസ്റ്റർ ഒക്കെ ആയിട്ട് വന്നിരിക്കണ്. ഒരെണ്ണം പറ. అయ్యో నాని నేను నాను నన్ను నేనన్నా నాను నన్ను నేను ഇനിയും ഞാൻ എന്ന് പറഞ്ഞാടാ നീ വന്ന് അവിടെ പോയപ്പോ ഞാൻ വന്ന് ഇവിടെ വന്ന് അങ്ങനെയൊക്കെയാണ്. നാനു നാനി ഈസി. ഇതൊക്കെ എവിടുന്ന് വന്ന് തെലുങ്ക് കണ്ടിടന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടാ. അച്ഛൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി. 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 അന്ന് അങ്ങനെ ഒരു സഞ്ചി ഇട്ടുണ്ടെങ്കിൽ നീ ഇവിടെ ഇരിക്കില്ലായിരുന്നു. നമുക്ക് നിർത്താം. വയ്യ. നാക്കിൽ പിടിച്ചിട്ടാണ്. ഞാൻ വെറുതെ പറഞ്ഞ എനിക്ക് എന്റെ നാക്ക് ശോകമാണ്. ഒരു സാധനം നാക്കിൽ പിടിച്ചിട്ട് അച്ഛന്റെ കുടം എന്ന് പറയണം. രാജാവ് രാജ്ഞിയുടെ അഭിഷേക് ബ്രോ ഇതൊക്കെ ഒഫൻസീവ് ആയി പോകും. ഉരുളിയാൽ ഉരുളുമോ. ലൈവ് എൻഡിങ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പൊ ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ജസ്റ്റ് സേ നീതു റിയ 15 ടൈംസ്. ഓ അത് കുറച്ച് കഴിയുമ്പോ നീ തൂറിയെന്നാവോ? അതാ എനിക്കറിയാം. ഇതൊക്കെ അവിടെ കൊച്ചിലെ ഉള്ള സാധനങ്ങളായിരുന്നു ഇതൊക്കെ. എന്റെ അതെ സത്യം. ഞാൻ അടുത്ത വീഡിയോ കാണട്ടെ. ടങ് ട്വിസ്റ്റർ കഴിഞ്ഞ് സെഗ്മെന്റ് കഴിഞ്ഞ്. POV companies paying YouTube to show ad. Meanwhile, YouTube demand us to buy premium to remove ad. അതങ്ങനെയാണല്ലോ. ടങ് ട്വിസ്റ്റർ കൊണ്ട് കൊണ്ടേ പോ നീ പോ. പുളി വടി എറിഞ്ഞ് പുളി എറിഞ്ഞ് ഓ. രാമമൂർത്തിയുടെ മൂത്രപുത്രൻ കൃഷ്ണമൂർത്തി. അതൊക്കെ സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 10 തവണ പത്തനാപുരത്ത് പടിപ്പുറത്ത് 10 പച്ച തത്ത് കുത്തിയിരുന്നു
മുഹമ്മദ് ജാസിം ബ്രോ നമ്മുടെ വ്ളോഗ് ഇത് കഴിഞ്ഞ് സെഗ്മെന്റ് കഴിഞ്ഞ് ഇനി അത് ഇതായി പോവും. ഓൾഡ് മോങ് വ്ളോഗ്സ് ഹായ് 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 ബ്രോ ഹായ് 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 ഹായ്. വൈറൽ ബോയ് എടാ ഒരു മിനിറ്റ് ഇതൊന്ന് കണ്ടോട്ടെ. ഓൾ ദ ബെസ്റ്റ് സ്ട്രീമൊക്കെ ചെയ്ത് സെറ്റ് ആവട്ടെ. ബ്ലാക്ക് മാഫിയ മൂസ ചന്ദ്രന്റെ ആളാണത്. ചന്ദ്രന്റെ പേരാണത്. Some people say PUBG can't make this. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പബ്ജിയില് കുറെ എണ്ണം ഇങ്ങനത്തെ കുണ്ണ വീഡിയോസ് ഇട്ട് അവന്മാരെ ട്രിഗർ ആക്കുമ്പോഴാണ് അവന്മാര് ഇതുപോലെ കുണ്ണ വീഡിയോസ് ഇട്ട് തിരിച്ചു. ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം, എപ്പോ രണ്ട് സാധനങ്ങൾക്ക് തമ്മിൽ കമ്പാരിസൺ വരുന്നോ രണ്ടു പേർക്കും ഒരു ഇമ്പോർട്ടൻസ്, നല്ല കുറെ സാധനങ്ങൾക്കിടയിൽ ആ രണ്ട് സാധനം ടോപ്പിൽ വരുമ്പോഴാണ് കമ്പാരിസൺസ് എപ്പോഴും വരുന്നത്. ടോപ്പിൽ വരുന്ന രണ്ട് സാധനങ്ങൾക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ്സും അതോ അവർക്കുണ്ടാവും. ഇതിനു വേണ്ടി തമ്മിലടിക്കുന്നവരായിരിക്കും എപ്പോഴും ഊമ്പണേ. സത്യം പറയട്ടെ, നമുക്ക് എന്ത് കിട്ടും? ഞാൻ TV സിറ്റുവേഷൻ നടന്നപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിയിടും, ചിലപ്പോൾ ഇത് കഴിയും. നിങ്ങൾക്ക് ഈ അടിയിടാൻ പോകുന്ന നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടാനില്ല. ഈ കമ്പനികളൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ കിടന്ന് ഇതിന് പറഞ്ഞ ഗെയിം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം നിങ്ങൾ കളയും. എന്തിനാണ് ഈ കമ്പാരിസൺ ചെയ്യാൻ പോണേ? ഒരു കാര്യമില്ല അതില്. നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്നേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇൻഫ്ലുവൻസേഴ്സ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ നമ്മുടെ തൊപ്പിയുണ്ട് അല്ലെ, എത്ര പേരുണ്ട്, വളരെ ഒപ്പീനിയൻ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. ഇതിന്റെ അകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഗിയർ, അതായത് നിങ്ങളുടെ ഉടുപ്പിന്റെ ഏതെങ്കിലും ബ്രാൻഡായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു അഫിലിയേറ്റ് ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 30 to 40% കമ്മീഷൻ കിട്ടും. 100 രൂപയുടെ സാധനം വിട്ട് ഞാൻ 30 രൂപ 40 രൂപ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. വെറുതെ ഒന്നും ചെയ്യണ്ട. അതിന്റെ ഒരു സ്കെയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയോ. പലർക്കും ഇത് അറിയില്ല. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോസിബിലിറ്റീസ് ഇന്ത്യയിൽ തന്നെയുണ്ട്. അതിനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങളുടെ ഓഡിയൻസിന് എന്ത് വേണം അത് കൊടുക്കുക. പക്ഷെ ആദ്യം ഒരു ഓഡിയൻസ് ഉണ്ടാക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടോ, ഇഷ്ടപ്പെടാത്തവരുണ്ടോ? ഇഷ്ടപ്പെടാത്തവരെ നമ്മൾ വിട്ടേക്ക്. ഇഷ്ടപ്പെടുന്നവർ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ട്രൈബ് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. അതിപ്പോ നമ്മുടെ തൊപ്പിയുണ്ട് അല്ലെ, എത്ര പേരുണ്ട്, വളരെ ഒപ്പീനിയൻ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. തൊപ്പിക്ക് വേണ്ടി എന്തും ചെയ്ത് പുള്ളിക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ് കണ്ടിട്ടില്ലേ ലൈവ് സ്ട്രീമിൽ പോകുമ്പോ. മലയാളി കോൺട്രിബ്യൂഷൻസ്. അപ്പൊ അതേപോലെ എന്തോരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വേറൊരു ക്ലോത്തിങ് ബ്രാൻഡിന്റെ ലിങ്ക് നമുക്ക് ഇടണ്ട. സ്വന്തമായിട്ട് ഞാൻ ഒരെണ്ണം തുടങ്ങിയിട്ട് അത് ഇട്ടോളാം. കമ്മീഷൻ വേണ്ട, ഓണർ അതാ മതി. അതാണ് നല്ല. അത്രേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ക്ലോത്തിങ് ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാം നമുക്ക്. അത് മാർക്കറ്റ് ചെയ്യാൻ ഞാൻ തന്നെ മതി, വേറെ ആരും വേണ്ട. അണ്ണാ ട്രൈ ഇട്ടെന്ന് വേണ്ട. നമുക്ക് നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡ്, കമ്മീഷൻ വേണ്ട, ഓണർ മതി. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒന്നോട്ടൊന്ന് കാണണം. ഇല്ലുമാൻ തൃശ്ശൂർ പൂരല്ലേ? ഇതുവരെ കൂടാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം ഈ വർഷമെങ്കിലും. ഈ വർഷത്തെ കഴിഞ്ഞു തൃശ്ശൂർ പൂരം. ആമിന നസ്രീൻ 179 ബ്രോ, യെസ്റ്റർഡേ ഫോറം മോള് വെച്ച് തന്ന ടർബോ കാണിക്കുമെന്നോ? എന്താ മറ്റേ ടർബോ, മറ്റേ സാധനം
ഗിഫ്റ്റ് തന്നില്ലേ ഈ പയ്യൻ വന്ന്? അതെ ബ്രോ താങ്ക് യു സോ മച്ച്. അത് കാറിന്റെ കീച്ചെയിൻ ആക്കി ഇട്ടേക്കുവാ, താഴെ ഇരിക്കുക. എടാ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടാവും മിക്കവാറും. എവിടെയാ? താഴെ ആയിരിക്കും. അല്ലല്ല വിനീതിന്റെ BM-ന്റെ കീല. വിനീതിന്റെ BM-ആയിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് പോയത്. മെയ് 6 മെയ് 6 തീയതിയാണല്ലേ? മെയ് 6 തീയതി വരാം. പോവാം. നമുക്ക് ഈ വട്ടം പോവാം. നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ ഡിസ്കോ ട്രോൾസ് നമുക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് KGF കാണാം. ചേട്ടൻ 10-30 കൊല്ലായിട്ട് കഞ്ഞൂറ്റിക്കാരെ പണിയാൻ ബോംബെയിൽ ഒരു ബ്രഹ്മാസ്ത്ര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കളിക്കാൻ ഇറക്കിയ ഗ്രൗണ്ട് സപ്പോർട്ട് ഞങ്ങള് തരും. കോച്ചേരിയിലെ രാജമ്മാൻ എവിടെ ഉണ്ട്? ഇവിടെ ആ ലേസർ അവിടെ വാങ്ങിക്കാൻ കിട്ടി. ഈ ലേസർ മേടിച്ച് വീടിനകത്ത് വെക്കണം. നമുക്ക് ഗെയിമിംഗ് റൂമിനകത്ത്. ഇനി എവിടെ നിന്റെ സാമർത്ഥ്യമായിട്ട് കത്തിക്കാനാ? ബാക്കി എല്ലായിടത്തും ഉണ്ടല്ലോ ലൈറ്റ്. എനിക്ക് ഡിസ്കോഡ്, എനിക്ക് നിന്നെ എങ്ങനെ അപരാധിക്കണം, അതാണ് എന്റെ എൻജോയ്മെന്റ്. ഞാൻ ഡിസ്കോഡൊന്നും കാണുന്നില്ല അളിയാ, സത്യം പറഞ്ഞ. നീ സംസാരിക്കാൻ പോലെ ഡിസ്കോഡ് കണ്ടിട്ട്. എനിക്ക് നിന്നെ എന്തെങ്കിലും പറയണ എങ്ങനെ? ഡ്രീമറിനെ